എവിടെയാണ് തുടങ്ങിയത്? എവിടെയുള്ള? എന്താ ഗുണം കിട്ടുന്നതുകൊണ്ട്? ഉറങ്ങാതിരിക്കും, ഓണായിട്ടിരിക്കും 24 മണിക്കൂറും. വേറെ എന്തെങ്കിലും പറയാൻ കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? എന്താണ്? ഫസ്റ്റ് ടൈം ഏതൊക്കെ സാധനങ്ങളാണ് പോകുന്നതെന്ന് അറിയോ? ബ്രെയിനിൻ്റെ കപ്പാസിറ്റി, സ്വന്തമായി ചിന്തിക്കാനും വികാരങ്ങൾ ഉണ്ടാക്കാനുള്ള ബ്രെയിനിൻ്റെ കപ്പാസിറ്റി. 2, ഹാർട്ടിനെയും കിഡ്നിയും ഡയറക്റ്റ് ഇത് പ്യൂർലി കെമിക്കലാണ്. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ പർപ്പസിനുണ്ടായ സാധനമാണ്. ഇത് ഉപയോഗിച്ചാലത്തെ പ്രശ്നങ്ങൾ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിനക്ക് തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് നിനക്ക് നല്ലോണം അറിയാം ഇത് ഉപയോഗിച്ചാലത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ഇത് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വീണ്ടും വീണ്ടും അടിക്കണം തോന്നും അല്ലേ? ഒരു തവണ ഉപയോഗിക്കാൻ എത്ര രൂപ ചിലവാകും നിനക്ക്? 1500. ഒരു തവണ ഉപയോഗിക്കാൻ 1500. അങ്ങനെയാണെങ്കിൽ നീ ഒരു ക്രോണിക് അഡിക്റ്റായി മാറി കഴിഞ്ഞാൽ ദിവസം മാസത്തിൽ ഒരു 15 തവണ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 22,500 രൂപ ഒരു മാസം വരും. അതിനുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കസ്റ്റമേഴ്സ് കൂടുതലും പിള്ളേരല്ലേ, ചെറുപ്പക്കാർ പിള്ളേർ. പിന്നെ 25 വയസ്സിൽ താഴെയുള്ളവരല്ലേ കൂടുതലും. 18 വയസ്സിൽ താഴെയുള്ള സ്റ്റുഡൻസ് വല്ലതും മേടിക്കുന്നുണ്ടോ? ഈ 25 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി ഇത് ഉപയോഗിച്ച് ഇതിന് സ്ഥിരമായി അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ എത്ര നാൾ ജീവിച്ചിരിക്കും? 50 വർഷം പിന്നെയും ജീവിച്ചിരിക്കേണ്ട വ്യക്തി, 25 വയസ്സുകാരൻ 50 വർഷം പിന്നെയും ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 5 മുതൽ 8 വർഷത്തിനകത്ത് ആൾ തട്ടിപ്പോവും. നിനക്ക് ഇതിന്റെ വിഡ്രോവൽ ഉണ്ടോ? അതായത് അടിക്കാതിരുന്നു കഴിഞ്ഞാൽ തലവേദന, മറ്റെന്തെങ്കിലും പ്രശ്നം? ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇതിനെ അഡിക്റ്റായി മാറും. നിനക്ക് ഇന്ന് മാറാൻ പറ്റത്തില്ല. കാരണം ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് തന്നെയാണ് പിന്നീട് ഇത് വിൽപ്പനയ്ക്ക് പോകുന്നത്. നിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എല്ലാ വ്യക്തികളും പിന്നീട് ഇതിന് കച്ചവടക്കാരാണ്. കാരണം എന്ന് വെച്ചാൽ മാസം 25,000 രൂപ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളവർ അഡിക്റ്റായിട്ട് മാറും. ഈ ചെയ്ത കാര്യത്തിനെ പറ്റി ബോധ്യമുണ്ട്. നിയമം ഇത്രയും ശക്തമാണെന്ന് ഇതുവരെ അറിയാമായിരുന്നു? അറിയത്തില്ലായിരുന്നു. നിസ്സാരമായിട്ട് പത്രവാർത്തകൾ കാണുമ്പം നിസ്സാരമായിട്ട് കണ്ടല്ലേ? ഈ ചെറിയ അളവാണെങ്കിൽ പോലും 2.5 ഗ്രാം എന്നുള്ള ചെറിയ അളവാണെങ്കിൽ പോലും 10 വർഷം വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. നിസ്സാരമായി നമ്മുടെ കൈവെള്ളയ്ക്കാതിരിക്കുന്ന സാധനം. ഇത്ര അറിയത്തില്ലായിരുന്നല്ലേ? കൊണ്ടുവന്നു. പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ട്. മുമ്പ് ഇതിന്റെ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, ആരുടെ അടുത്ത് കൊണ്ടുവന്നു, ഇവർക്കെല്ലാം ഈ പരിപാടി ഉള്ളതായിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പൈസ അതാണ് ഏറ്റവും വലിയ വിഷയം. കാശിന്റെ പുറകെ പോയ ജീവിതം എടുത്തും. കാശിന്റെ പുറകെ വേണോ, ജീവിതത്തിന്റെ പുറകെ വേണോ? ജീവിതത്തിന്റെ പുറകെ. അപ്പം തിരിച്ചറിയാൻ കഴിയുമ്പം മാറ്റം ഉണ്ടാവുമല്ലോ. സ്വന്തമായി നിർത്താൻ സാധിക്കുമോ? ഉറപ്പാണ്. ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിലും ഇടറോഡുകളിലും റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, ജിമ്മുകൾ, മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തണമെന്നുള്ള കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വഞ്ചിമുക്കിൽ, ആനേടി വഞ്ചിമുക്ക് ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിൽ ഏകദേശം 2.5 ഗ്രാം മെത്താംഫെറ്റമിനുമായിട്ട് മാവേലിക്കര താലൂക്കിലെ വള്ളിക്കുന്നം സ്വദേശിയായ അരുൺ എന്ന ആളിന്റെ പേരിൽ നമ്മളൊരു കേസ് എടുത്തിട്ടുള്ളതാണ്. പുതിയ നൂജൻ ലഹരി ഇനത്തിൽപ്പെടുന്ന മെത്താംഫെറ്റമിനാണ് അദ്ദേഹം കൊണ്ടു നടന്ന് വിപണനം ചെയ്യുന്നതിനായി വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്നത്. ഇതിന്റെ പേരിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു.